ഒട്ടുമേ സങ്കീർണതകളില്ലാതെ ജീവിതത്തെ വളരെ ലൈറ്റായിട്ട് കാണാൻ കഴിയുന്നവരാണ് ജപ്പാൻകാർ. എന്തുകൊണ്ടാണ് ജാപ്പനീസുകാർ ജീവിതത്തെ ഇത്രയും ശാന്തമായും സമാധാനത്തോടു കൂടിയും സമീപിക്കുന്നത്? എന്തുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് വലിയ സന്തോഷം നൽകുന്നത്? അങ്ങനെ ഒരു ജീവിതം തന്നെയല്ലേ നമ്മളും ആഗ്രഹിക്കുന്നത്? സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജീവിതത്തെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ മാറ്റാൻ സഹായിക്കുന്ന 6 ജാപ്പനീസ് ആശയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. വെൽക്കം ടു ഫെയറി ലൈഫ് സ്റ്റൈൽ, എ ബ്യൂട്ടിഫുൾ ലൈഫ് സ്റ്റാർട്ട്സ് ഹിയർ. ജാപ്പനീസ് ഫിലോസഫിയിലെ ഏറ്റവും മനോഹരവും ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നതുമായ ആശയങ്ങളിലൊന്നാണ് ഒബേറ്റോറി. ഈ ഒരു വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ നിന്ന് ഒരുപാട് സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും താരതമ്യങ്ങളും ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും സ്വന്തം ജീവിതത്തെ വിലയിരുത്തുന്നത് നമ്മുടെ സ്വപ്നങ്ങളുമായല്ല, മറിച്ച് മറ്റുള്ളവരുടെ നേട്ടങ്ങളുമായാണ്. അവൻ വിജയിച്ചു, അവൾ വീട് വാങ്ങി, അവന് നല്ല ജോലി കിട്ടി, ഞാൻ മാത്രം പുറകിലാണല്ലോ എന്ന ചിന്ത പലരെയും വിഷമിപ്പിക്കുന്നതാണ്. പക്ഷേ ജാപ്പനീസുകാർ പറയുന്നത് ഓരോ മനുഷ്യനും വ്യത്യസ്തനാണെന്നാണ്. ഒബേറ്റോറി എന്ന വാക്ക് ജപ്പാനിൽ വസന്തകാലത്ത് പൂക്കുന്ന 4 മരങ്ങളെ സൂചിപ്പിക്കുന്നു. ഒന്ന് ചെറി, ഉമേ പ്ലം, പീച്ച്, സുമാമോ. ഈ 4 മരങ്ങളും ഒരേ ആകാശത്തിന് കീഴിൽ ഒരേ മണ്ണിൽ വളരുന്ന മരങ്ങളാണ്. പക്ഷേ ഇവ 4ഉം ഒരുമിച്ച് പൂക്കാറില്ല, ഒന്നും മറ്റൊന്നാകാൻ ശ്രമിക്കുന്നില്ല. ഓരോന്നും അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് അതിൻ്റെ സമയമെത്തുമ്പോഴാണ് പൂക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഒബേറ്റോറി എന്ന ആശയത്തെ അവർ വിലയിരുത്തുന്നത്. ഓരോ മനുഷ്യനും വ്യത്യസ്തനാണെന്നാണ്. കാരണം ഒരേ ലോകത്ത് ജീവിക്കുന്നവരാണെങ്കിലും ഒരേ ജീവിതമല്ല ആരും ജീവിക്കുന്നത്. നിങ്ങൾ കടന്നുപോയ വഴിയിലൂടെ മറ്റൊരാൾ നടന്നിട്ടുണ്ടാകില്ല. നിങ്ങൾ അനുഭവിച്ച വേദനകളും നഷ്ടങ്ങളും പോരാട്ടങ്ങളും മറ്റൊരാൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകില്ല. അതുപോലെ മറ്റൊരാൾ നേടിയ അനുഭവങ്ങളും അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുമില്ല. അതുകൊണ്ട് 2 ജീവിതങ്ങളെ ഒരേ തുലാസിൽ വെച്ച് അളക്കാൻ ഒരിക്കലും കഴിയുകയില്ല. വളരെ ശക്തമായ ഒരു ഫിലോസഫിയാണത്. മനുഷ്യ ജീവിതവുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്ന്. നമ്മളെല്ലാവരും ഒരേ ലോകത്താണ് ജീവിക്കുന്നത്. പക്ഷേ ഓരോരുത്തരുടെയും യാത്രയും സമയവും സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് മറ്റൊരാളുടെ വിജയത്തെ നോക്കി നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും വിലയിരുത്തരുത്. നിങ്ങളുടെ സമയം ഇനിയും വന്നിട്ടില്ലായിരിക്കാം, പക്ഷേ അത് വരാതിരിക്കില്ല. ജീവിതത്തിലെ പല വിഷമങ്ങൾക്കും തുടക്കം താരതമ്യത്തിലാണ്. അതുപോലെ മനസ്സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടും ഒരു തിരിച്ചറിവിലാണ്. എൻ്റെ യാത്ര എൻ്റേതാണെന്ന തിരിച്ചറിവ്. ആ സത്യം മനസ്സിലാക്കുന്ന നിമിഷം മുതൽ ജീവിതം മറ്റൊരാളുമായി മത്സരിക്കുന്നതല്ല, മറിച്ച് സ്വന്തം വഴിയിലൂടെ പൂക്കുന്ന ഒരു യാത്രയാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. അടുത്തത് കിൻസുഗി. തകർന്നുപോയ ഒന്നിന് പുതിയൊരു അർത്ഥം നൽകുമെന്നാണ് ഇത് പറയുന്നത്. ജാപ്പനീസ് സംസ്കാരത്തിലെ ഏറ്റവും മനോഹരമായ പരമ്പരാഗത കലകളിലൊന്നാണ് കിൻസുഗി. എന്നാൽ അത് വെറുമൊരു കല മാത്രമല്ല, ജീവിതത്തെ കാണാനുള്ള ഒരു മനോഹരമായ കാഴ്ചപ്പാടും കൂടിയാണ്. ഒരു മൺപാത്രം പൊട്ടിപ്പോയാൽ അവർ അത് വലിച്ചെറിയുകയോ പൊട്ടിയ ഭാഗം മറയ്ക്കുകയോ ചെയ്യില്ല. പകരം ആ വിള്ളലുകൾ സ്വർണം കലർത്തിയ പ്രത്യേക ലാക്കർ ഉപയോഗിച്ച് ചേർത്ത് വെക്കും. അതോടെ ആ പാത്രം പഴയതുപോലെ ആകില്ല, മറിച്ച് അതിൻ്റെ വിള്ളലുകളാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗമാകുന്നത്. കിൻസുഗി നമ്മെ പഠിപ്പിക്കുന്ന ജീവിത പാഠവും അതുതന്നെയാണ്. ജീവിതത്തിൽ മുറിവേൽക്കാത്ത മനുഷ്യരില്ല. നഷ്ടങ്ങളും പരാജയങ്ങളും വേദനകളും എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കും. പക്ഷേ ആ മുറിവുകൾ മറച്ചു വെച്ച് ജീവിക്കുന്നതല്ല യഥാർത്ഥ ശക്തി, മറിച്ച് അവയെ അംഗീകരിച്ച് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തുള്ള മനുഷ്യനായി മാറുന്നതാണ് യഥാർത്ഥ സൗന്ദര്യം. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ വിള്ളലുകൾ നിങ്ങളുടെ ബലഹീനതകളുടെ അടയാളമല്ല, നിങ്ങൾ അതിജീവിച്ച വേദനകളുടെയും സങ്കടങ്ങളുടെയും അപമാനങ്ങളുടെയും തെളിവാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ തകർത്ത അനുഭവങ്ങൾ തന്നെയാകും നമ്മളെ ഏറ്റവും വിലപ്പെട്ട മനുഷ്യരാക്കി മാറ്റുന്നത്. അതാണ് കിൻസുഗി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ജീവിത തത്വം. 3ാമത്തെ കാര്യം ഇക്കിഗൈയാണ്. ജാപ്പനീസ് ജീവിത തത്വങ്ങളിൽ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ആശയങ്ങളിലൊന്നാണ് ഇക്കിഗൈ. ജീവിക്കാൻ ഒരു കാരണമെന്ന അർത്ഥമാണ് ഈ വാക്കിനുള്ളത്. എല്ലാ ദിവസവും രാവിലെ നിങ്ങളെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്ന ആ കാരണം, അതാണ് ഇക്കിഗൈ. ജാപ്പനീസുകാർ വിശ്വസിക്കുന്നത് സന്തോഷമുള്ള ജീവിതം എന്നത് ഒരുപാട് പണമോ വലിയ വിജയങ്ങളോ മാത്രം നേടുന്നതല്ല എന്നാണ്, മറിച്ച് ഓരോ ദിവസത്തിനും അർത്ഥം കണ്ടെത്തുന്നതാണ് യഥാർത്ഥ സന്തോഷം. അത് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ ഒരു കഴിവ്, നിങ്ങൾക്ക് മനസ്സിന് സമാധാനം നൽകുന്ന ഒരു പ്രവൃത്തി, ഇവയെല്ലാം ഒരിടത്ത് ഒന്നിച്ചു ചേരുമ്പോഴാണ് ഒരാൾ തൻ്റെ ഇക്കിഗൈ കണ്ടെത്തുന്നത്.
അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ആളുകൾ ജീവിക്കുന്ന ജപ്പാനിലെ ഒക്കിനാവോ എന്ന പ്രദേശത്തെക്കുറിച്ച് പഠിച്ച ഗവേഷകർ അവിടെയുള്ള പലരും ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഓരോ ദിവസവും എഴുന്നേൽക്കാൻ ഒരു കാരണമുള്ള മനുഷ്യന് ജീവിതം ഒരു ഭാരമായി തോന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തോട് ഒരു ചോദ്യം ചോദിക്കുക: ഞാൻ എല്ലാ ദിവസവും എന്തിനു വേണ്ടിയാണ് എഴുന്നേൽക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ആത്മാർത്ഥമായ ഉത്തരമായിരിക്കും നിങ്ങളുടെ ഇക്കിഗൈ. ഓർക്കുക, ജീവിക്കുക എന്നത് ശ്വാസം എടുക്കുക മാത്രമല്ല, ഓരോ ദിവസവും ജീവിച്ചിരിക്കാൻ ഒരു കാരണം കണ്ടെത്തുക എന്നതുകൂടിയാണ്. ആ കാരണം കണ്ടെത്തുന്ന നിമിഷം മുതൽ ജീവിതം വെറും നിലനിൽപ്പല്ല, മനോഹരമായ ഒരു യാത്രയായി മാറും. അടുത്തത്, ജാപ്പനീസ് സംസ്കാരത്തിൽ വളരെയധികം വിലമതിക്കപ്പെടുന്ന 2 ആശയങ്ങളാണ് സുത്സുമഷിയും ഒക്കാഗസാമയും. സുത്സുമഷി നമ്മളെ വിനയത്തോടുകൂടിയും ലാളിത്യത്തോടുകൂടിയും ജീവിക്കാൻ പഠിപ്പിക്കുമ്പോൾ, ഒക്കാഗസാമ നമ്മൾ ഇന്ന് ആയിരിക്കുന്നതിൽ മറ്റുള്ളവരുടെ പങ്ക് ഒരിക്കലും മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇത് നമ്മളിൽ പലരും നേടിയതെല്ലാം ഞാൻ മാത്രം നേടിയതാണ് എന്ന് കരുതാറുണ്ട്. പക്ഷേ ജാപ്പനീസുകാർ വിശ്വസിക്കുന്നത് ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് വിജയിക്കുന്നില്ല എന്നാണ്. മാതാപിതാക്കൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, സമൂഹം, ഇവരുടെ എല്ലാം ചെറിയ ചെറിയ പങ്കാളിത്തത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ ഒരു ഫിലോസഫി പറയുന്നത് വിനയം ഒരു ബലഹീനതയല്ല, അതൊരു ശക്തിയാണ് എന്നാണ്. നന്ദിയുള്ള മനസ്സ് ഒരിക്കലും ദരിദ്രമാകില്ല. കാരണം മറ്റുള്ളവരുടെ നന്മയെ അംഗീകരിക്കാൻ പഠിക്കുന്ന നിമിഷം മുതൽ ജീവിതം കൂടുതൽ സമാധാനപൂർവ്വവും അർത്ഥവത്തായി തീരുന്നുവെന്ന് അവർ പറയുന്നു. ഇനി അടുത്തത് ജാപ്പനീസ് ഫിലോസഫിയിലെ വളരെ ആഴമുള്ളൊരു ആശയമാണ് ടരുവോ ഷിരു. അതിൻ്റെ അർത്ഥം എത്ര മതിയെന്ന് അറിയുക എന്നതാണ്. ഇന്ന് നമ്മളിൽ പലരും സന്തോഷം തേടുന്നത് കൂടുതൽ പണം, കൂടുതൽ സൗകര്യങ്ങൾ, കൂടുതൽ നേട്ടങ്ങൾ എന്ന അവസാനമില്ലാത്ത ഓട്ടത്തിലാണ്. പക്ഷേ ജാപ്പനീസുകാർ പറയുന്നത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ക്ഷീണിപ്പിക്കുന്നത് അവൻ്റെ കുറവുകളല്ല, മറിച്ച് ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ നമ്മളെ പഠിപ്പിക്കുന്നത് സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാനല്ല, മറിച്ച് ഇപ്പോൾ ഉള്ളതിൻ്റെ മൂല്യം തിരിച്ചറിയാനാണ്. കാരണം എപ്പോഴും ഇല്ലാത്തതിലേക്ക് മാത്രം നോക്കുന്ന ഒരാൾക്ക് ഉള്ളതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. എനിക്കുള്ളത് മതിയാകുന്നു എന്ന് പറയാൻ പഠിക്കുന്ന നിമിഷം മുതൽ ജീവിതം ഒരു മത്സരമല്ല, മറിച്ച് ഒരു സംതൃപ്തിയുള്ള ഒന്നായി മാറുന്നു. യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ എത്ര നേടിയതിലല്ല, ഉള്ളതിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നു എന്നതിലാണ്. ഈ 6 ജാപ്പനീസ് ആശയങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇവയിലൊന്നും പണത്തെക്കുറിച്ചോ പ്രശസ്തിയെക്കുറിച്ചോ മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിനെക്കുറിച്ചോ ഒന്നും അവർ പറയുന്നില്ല. മറിച്ച് സ്വന്തം മനസ്സിനെ ജയിക്കുന്നതിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. കാരണം ജീവിതം മാറ്റേണ്ടത് പുറം ലോകമല്ല, ആദ്യം മാറേണ്ടത് നമ്മുടെ ചിന്തകളാണ്. ചിന്തകൾ മാറുമ്പോൾ ലോകത്തെ കാണുന്ന രീതിയും മാറും. ലോകത്തെ കാണുന്ന രീതി മാറുമ്പോൾ അതേ ജീവിതം പോലും മനോഹരമായി തോന്നാൻ തുടങ്ങും. ഒരുപക്ഷെ ജീവിതം നമ്മളെ കാത്തിരിക്കുന്നത് വലിയ അത്ഭുതങ്ങൾ കൊണ്ടല്ല, ചെറിയ തിരിച്ചറിവുകൾ കൊണ്ടായിരിക്കാം. ആ തിരിച്ചറിവുകളിൽ ഒന്നെങ്കിലും ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലക്ഷ്യം പൂർത്തിയായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.